സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിലും എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന തുടരുന്നു. 66 ബാറുകളിൽ ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. സെക്കൻഡ്സ് എന്ന പേരിൽ വ്യാജ മദ്യം വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം പുതുവർഷം എത്തുകയാണ്. കേരളത്തെ കുടിപ്പിച്ച് കിടത്താനുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ബാറിലും ഹോട്ടലുകളിലും ഒക്കെ ഇപ്പോൾ ഒരു നിർണായക പരിശോധന നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ സംശയാസ്പദമായി എന്തെങ്കിലും പിടിച്ചെടുക്കാൻ സാധിച്ചോ? ഒപ്പം എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ബാർകോഡ് പെട്ടെന്ന് തുടങ്ങാനുള്ള കാരണം? വ്യാജമദ്യം ഒഴുകുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണോ? ഈ സംസ്ഥാനത്ത് പൂർണ്ണമായും ലഹരിയുടെ അടിമത്തത്തിലേക്ക് യുവജനങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് ഈ ആഘോഷ പരിപാടികളിൽ ലഹരിയുടെ വ്യാപനം സംസ്ഥാനത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്ന കൃത്യമായ വിവരം എക്സൈസിന് ലഭിച്ചു. ഈ എക്സൈസിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഇപ്പോൾ വിജിലൻസിന്റെ തന്നെ ഒരു മിന്നൽ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്തെ 66 ബാറുകളിൽ ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിൽ പരിശോധന നടന്നു. ഈ പരിശോധന നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഫലപ്രദമായി എന്നതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ്സ് എന്ന പേരിൽ വ്യാജ മദ്യം ഇപ്പോൾ സംസ്ഥാനത്ത് ഒഴുകുന്നു എന്ന പുതിയ വിവരങ്ങളാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ ഈ വ്യാജ മദ്യവും നിരവധി പിടികൂടി. ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ രീതിയിലുള്ള പരിശോധന. ശരി വിനീഷ്, അത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിനീഷ് പങ്കുവച്ച വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂ ഇയർ ആണ്, നമ്മളെല്ലാവരും ആഘോഷിക്കാനൊക്കെ ആഘോഷത്തിന് കുറച്ച് മധുരവും ഒക്കെ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിൽ മദ്യ ഉപഭോഗത്തിൽ മലയാളികൾ മുന്നിലാണ്, ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പോൾ അതിനെയൊക്കെ ആശ്രയിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കാരണം വ്യാജമദ്യം വളരെ വ്യാപകമായ രീതിയിൽ കേരളത്തിൽ ഒഴുകുന്നുണ്ട്. ചിലപ്പോൾ കണ്ണും കരളും ഒന്നും കാണില്ല. അത്തരത്തിലുള്ള ആശങ്കാജനകമായ വാർത്തയാണ് വിനീഷ് പങ്കുവച്ചത്.